ലോകത്തിൽ 41 ഇനം പൂച്ചവർഗ്ഗങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ നമുക്ക് 16 ഇനം പൂച്ചകളുണ്ട്. നമുക്ക് ആഫ്രിക്കൻ വൻകര മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ രാജ്യങ്ങളിലെ പൂച്ചകൾ കൂട്ടി നോക്കിയാൽ തന്നെ അവിടെ ആകെ 10 സ്പീഷീസ് പൂച്ചവർഗ്ഗങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ ഈ 16 ഇനങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും, ബിഗ് ക്യാറ്റ്സും സ്മോൾ ക്യാറ്റ്സും എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ സ്മോൾ ക്യാറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ന് ഞാൻ കാട്ടിലെ കഥകളും അനുഭവങ്ങളും പറയാൻ വരുന്നത് സ്മോൾ ക്യാറ്റുകളെ കുറിച്ചാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നമുക്ക് ഇന്ത്യയിൽ 16 ഇനം പൂച്ചവർഗ്ഗങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് 4 ബിഗ് ക്യാറ്റ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ ടൈഗറുണ്ട്, ലെപ്പേർഡുണ്ട്, ലയണുണ്ട്, സ്നോ ലെപ്പേർഡുണ്ട്. ഇങ്ങനെ 4 പൂച്ചകൾ. പിന്നെ 10 ഇനം ചെറിയ പൂച്ചവർഗ്ഗങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ജംഗിൾ ക്യാറ്റുണ്ട്, റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ്, ലെപ്പേർഡ് ക്യാറ്റ്, ഡെസേർട്ടിൽ കാണുന്ന 2 ക്യാറ്റുകളുണ്ട്, കാരക്കൽ, ഏഷ്യാറ്റിക് വൈൽഡ് ക്യാറ്റ്, പിന്നെ ഹിമാലയത്തിൽ കാണുന്ന 2 സ്പീഷീസ്, യൂറേഷ്യൻ ലിങ്ക്സ്, പലാസസ് ക്യാറ്റ്, പിന്നെ നോർത്ത് ഈസ്റ്റിൽ കാണുന്ന ഗോൾഡൻ ക്യാറ്റ്, മാർബിൾ ക്യാറ്റ്, പിന്നെ ഒരു ഫിഷിംഗ് ക്യാറ്റ്സ്. ഇങ്ങനെ 10 പൂച്ചകളാണ്, ചെറിയ പൂച്ചകൾ നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 4 ബിഗ് ക്യാറ്റായി, 10 സ്മോൾ ക്യാറ്റായി. അപ്പോൾ 2 മിസ്സിംഗ് ആണ്. ഒരെണ്ണം അത് കഴിഞ്ഞിട്ടുള്ളത് ക്ലൗഡഡ് ലെപ്പേർഡ് എന്ന് പറയും. അപ്പോൾ ക്ലൗഡഡ് ലെപ്പേർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ബിഗ് ക്യാറ്റും അല്ല, ഒരു സ്മോൾ ക്യാറ്റും അല്ല, അതൊരു ബ്രിഡ്ജ് ക്യാറ്റാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക്. കാരണം ഇതിൻ്റെ സൈസ് 30 കിലോയിൽ വളരെ താഴെയാണ് ഇതിൻ്റെയൊക്കെ സൈസ്. എന്നാൽ ബിഗ് ക്യാറ്റിൻ്റെ കുറേയേറെ ട്രേറ്റ്സുകളൊക്കെ ഉണ്ട് താൻ. 15 ആയി. പിന്നെ ഒരു ക്യാറ്റ് എന്ന് പറയുന്നത് ചീറ്റപ്പുലിയാണ്. 1950 മുന്നേ ഇന്ത്യയിൽ നിന്ന് എക്സ്റ്റിൻറ്റ് ആയിട്ടുള്ള ക്യാറ്റാണ്. 5-6 വർഷം മുമ്പ് നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലോട്ട്. അപ്പോൾ അതോടെ കൂട്ടിയിട്ടാണ് ഇങ്ങനെ 16 സ്പീഷീസ് ക്യാറ്റുകൾ ഇന്ത്യയിലുള്ളത്. ആദ്യത്തെ പൂച്ച ജംഗിൾ ക്യാറ്റ് അഥവാ കാട്ടുപൂച്ച എന്ന് പറയുന്ന പൂച്ചയാണ്. അത് നമ്മുടെ കാടിനോട് ചേർന്ന് നടക്കുന്ന പ്രദേശത്തും കാട്ടിലും നാട്ടുംപുറത്തും എല്ലാം വളരെ സാധാരണമാണ്. ഞാൻ എൻ്റെ വീട് കോട്ടയത്താണ്. കോട്ടയത്ത് ഇതിനെ കണ്ടിട്ടുണ്ട്, ടൗണിനടുത്ത് ഇതിനെ കണ്ടിട്ടുണ്ട്, ഗ്രാസ് ലാൻഡിൽ കണ്ടിട്ടുണ്ട്, പ്ലാന്റേഷനിൽ കണ്ടിട്ടുണ്ട്, സ്വാമ്പി ഏരിയയുടെ അടുത്തൊക്കെ ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിൽ ഒരുവിധപ്പെട്ട എല്ലാ ഹാബിറ്റാറ്റിലും കാണാൻ പറ്റുന്ന ഒരു പൂച്ചയാണ് കാട്ടുപൂച്ച. ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പൂച്ചയായിട്ട് വളരെ സാമ്യം ഉണ്ടെങ്കിൽ ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പാടായിരിക്കും. ഞാനിത് എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാമെന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ കാട്ടുപൂച്ച നല്ല ലോങ് ലെഗ്സാണ്, നല്ല ടോൾ ലെഗ്സും ഷോർട്ട് ടെയിലാണ്, ഷോർട്ട് റിംഗ് ടെയിൽ. അപ്പോൾ ടെയിലിന് നീളക്കുറവും അതിൻ്റെ ടെയില് നല്ല റിങ്ങുകളുണ്ട്. അതൊരു സാൻഡി ഗ്രേ ബ്രൗണിലായിരിക്കും. അതിൻ്റെ ദേഹത്ത് യാതൊരു തരം മാർക്കുകളോ സ്പോട്ടുകളോ കറുത്ത പൊട്ടുകളോ ഒന്നും തന്നെ കാട്ടുപൂച്ചയുടെ ദേഹത്ത് കാണാൻ പറ്റില്ല. പിന്നെ നല്ല പോയിന്റഡ് ആയിട്ടുള്ള ഇയേഴ്സ് ആണ്. പിന്നെ ഫ്രണ്ട് ലെഗിൽ ചെറിയ ഫെയിൻ്റ് ആയിട്ടുള്ള ബ്ലാക്ക് സ്ട്രൈപ്സ് കാണാൻ പറ്റും. അപ്പം ഇങ്ങനൊരു കോമ്പിനേഷനായിട്ട് എല്ലാം മാർക്കിങ്ങും കിട്ടിക്കഴിഞ്ഞാൽ അതിന് എളുപ്പത്തിൽ കാട്ടുപൂച്ചയെ നമുക്ക് മനസ്സിലാവും. അത് തന്നെ അതിൻ്റെ ദേഹത്ത് മാർക്കിങ്ങുകളൊന്നും തന്നെ ഇല്ല. നല്ല ടോൾ ലെഗ്സ് ആണ്, നല്ല കാലുകൾക്ക് നല്ല പൊക്കമുണ്ട്. ടെയിൽ ഷോർട്ട് ആയിരിക്കും, ടെയിലിൻ്റെ അറ്റത്ത് റിംഗ്ഡ് ടെയിലുണ്ട്, പോയിൻറ്റഡ് ഇയേഴ്സ് ആണ്, ഇയറിൻ്റെ അറ്റത്ത് ചെറിയ ബ്ലാക്ക് ടഫ്റ്റ് ഒക്കെ ഉണ്ട്. ഇത്രയും ഈ പോയിന്റേഴ്സ് കിട്ടിയാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് കാട്ടുപൂച്ചയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് ഭക്ഷണം എന്ന് പറയുന്നത് റോഡൻസ് ആണ് മെയിനായിട്ട്. എലിവർഗ്ഗങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. അല്ലാതെ പക്ഷികളെ പിടിച്ച് തിന്നാറുണ്ട്, പാമ്പുകളെ തിന്നാറുണ്ട്, ചെറിയ തവളകളെ കിട്ടി അതിനെ തിന്നാറുണ്ട്. അപ്പോൾ ഒരുവിധപ്പെട്ട് ഇതിന് പിടിക്കാൻ പറ്റുന്ന ഒരുവിധപ്പെട്ട ചെറിയ ജീവികളെ എല്ലാം പിടിച്ച് ഇത് തിന്നാറുണ്ട്. കാട്ടുപൂച്ച നമ്മുടെ നാട്ടിലെ പൂച്ചകളെക്കാളും കുറച്ചുകൂടെ വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ നമ്മളോർക്കും നമ്മുടെ നാട്ടിലെ പൂച്ചകളൊക്കെ ചെറിയ സ്ഥലത്ത് മാത്രമാണ് കാണുന്നത്. പക്ഷേ കാട്ടുപൂച്ചയുടെ ഒരു പ്രത്യേകതയുണ്ട്. അതിനൊരു വലിയ ടെറിട്ടറി ഉള്ള, നമ്മുടെ കടുവയുടെ പുലിയുടെ പോലെ 15-20 സ്ക്വയർ കിലോമീറ്റർ ദൂരത്തിലൊക്കെ ഇത് സഞ്ചരിക്കുന്നതൊക്കെ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം വലിയൊരു ടെറിട്ടറി ഉള്ള ഒരു കാട്ടുപൂച്ചയാണ്. ചില സമയത്ത് ഒരിടത്ത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വളരെ ദൂരെ ഒരു സ്ഥലത്തായിരിക്കും ഈ കാട്ടുപൂച്ച കാണാൻ പറ്റുന്നത്. ഈ ജംഗിൾ ക്യാറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ഹാബിറ്റാറ്റിലും കാണും. ഇന്ത്യയിൽ ഒരുവിധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും ജംഗിൾ ക്യാറ്റിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഉണ്ട്, അങ്ങ് മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളും. അപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും വൈഡായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കാറ്റുകളിലൊന്നാണ് ഈ ജംഗിൾ ക്യാറ്റ്. കോവിഡിന് തൊട്ട് മുമ്പ് ഞങ്ങൾ തടോബയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറേ പ്രാവശ്യം ഞങ്ങളുടെ റിസോർട്ടിൽ ഈ ജംഗിൾ ക്യാറ്റിനെ കാണാനിടയായി. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കിന് ഒരു തള്ളയും 3 കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ നടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റി. അപ്പം തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. ഞങ്ങളെ കണ്ട് പെട്ടെന്ന് അത് പോയിട്ട് ഒരു പാലത്തിനടിയിലോട്ട് കയറി ഒളിച്ചു. അപ്പം ഞങ്ങൾ ദൂരെ നിന്ന് ബൈനോക്കുലറൊക്കെ നോക്കി, ക്യാമറയിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ ശ്രമിച്ചില്ല. കാരണം വളരെ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ദൂരെ നിന്ന് കുറേ നേരമൊക്കെ ഞങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി. അപ്പം അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അമ്മ വന്നിട്ട് കുഞ്ഞുങ്ങളെ ആയിട്ട് ആ സ്ട്രീമിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ പൂച്ച എന്ന് പറഞ്ഞാൽ റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ് അല്ലെങ്കിൽ തുരുമ്പൻ പൂച്ച എന്നാണ് മലയാളത്തിൽ പേര്. മലയാളത്തിൽ പേരുണ്ടെങ്കിൽ തന്നെ കേരളത്തിൽ ഇന്നേ വരെ ഇതിൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള റെക്കോർഡ് ഇല്ല. വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ബന്ദിപ്പൂർ, നാഗർഹോളയിലൊക്കെ ഈ പൂച്ച കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വയനാട്ടിൽ ഇതിനെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ചിന്നാറിൽ കാണാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത് പ്രിഫർ ചെയ്യുന്ന വളരെ ഡ്രൈ ആയിട്ടുള്ള പ്രദേശങ്ങളാണ്, ഡ്രൈയും എരിഡോ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ പൂച്ച സാധാരണ കാണുന്നത്. ഇതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പൂച്ചയാണ് ഈ റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ്. നമ്മുടെ നാട്ടിലുള്ള പൂച്ചകളുടെയൊക്കെ ഒരു കുഞ്ഞിനെ കണ്ടാൽ എത്ര കാണും, അത്രയേ ഉള്ളൂ. ഒരു 1/2 കിലോ മുതൽ ഒരു 1.5 കിലോ വരെ മാത്രമാണ് ഇതിൻ്റെ സൈസ് വെക്കുന്നത്. അപ്പോൾ ഇതിനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം? അപ്പം കാട്ടിലാണ് സാധാരണ ഇതിനെ കാണാൻ പറ്റുന്നത്. കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹൈലി നൊക്ടേണലാണ്, രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഈ പൂച്ച വെളിയിൽ വരുന്നത്. അപ്പോൾ രാത്രികാലം ചില സമയത്ത് ടോർച്ചിൻ്റെ ഒക്കെ വെട്ടത്തിൽ നമ്മളിതിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാണുന്ന സമയത്ത് ചെറിയ പൂച്ചയാണ്. ദേഹത്തൊക്കെ നല്ല തുരുമ്പൻ കളറിലുള്ള സ്പോട്ടുകളുണ്ട്, റസ്റ്റി സ്പോട്ട് ദേഹം മൊത്തം ഉണ്ട്. അതിൻ്റെ വാലിൽ മാർക്കിങ്ങുകളൊന്നുമല്ല. ചില സമയത്തൊക്കെ അതിൻ്റെ ഹൈബ്രിഡ് കണ്ടിട്ടുണ്ട്. സത്പ്രേ വർക്ക് ചെയ്യുന്ന സമയത്ത്
ഈ റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റും ഡൊമസ്റ്റിക് ക്യാറ്റിൻ്റെ ഹൈബ്രിഡിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദേഹത്തൊക്കെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിൽ ചെറിയ റിങ്ങുകളുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ വൈൽഡായിട്ടുള്ള റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റിൻ്റെ വാലിനൊന്നും മാർക്കിങ്ങൾ കാണത്തില്ല. പിന്നെ ഒരു കാര്യം നോക്കേണ്ട, അതിൻ്റെ ചെവികളുടെ ഇടയ്ക്കൂടെ മേളിൽ നിന്ന് ഇങ്ങനെ ചെറിയ ബ്രൗണിഷ് ആയിട്ടുള്ള റസ്റ്റി ബ്രൗൺ സ്ട്രൈപ്സ് താഴോട്ട് വരുന്നുണ്ട്, വെള്ളയും കൂടിയ സ്ട്രൈപ്സ് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ 3-4 ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഈ റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ് ആണോ എന്ന് മനസ്സിലാകാൻ പറ്റും. ഞാൻ സത്പുരയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, സത്പുര ടൈഗർ റിസർവിൽ മധ്യപ്രദേശിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ എണ്ണത്തിന് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും ബെസ്റ്റ് സൈറ്റിംഗ് ഉണ്ടായിട്ടുള്ളത്, ഞങ്ങൾ അവിടെ ഒരു പാർക്ക് മൺസൂൺ സമയത്ത് അടച്ചിടും. എന്നിട്ട് ഒക്ടോബർ മാസത്തെ 1-ാം തീയതി ഇവർ പാർക്ക് തുറക്കുന്ന സമയത്ത് നമ്മൾ കാട്ടിലോട്ട് കയറാനായിട്ട് അവിടെ ഒരു വലിയൊരു നദി ക്രോസ് ചെയ്ത് പോകണം. അപ്പം ബോട്ടുകളൊക്കെ അവർ കരക്കി കയറ്റി വെക്കും. അപ്പം അന്നത്തെ ദിവസം 1-ാം തീയതി അവർ ബോട്ടൊക്കെ വെള്ളത്തിൽ ഇറക്കിയിട്ട് ബോട്ടുമായിട്ട് ഇങ്ങനെ കരയെ വന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ബോട്ടിൻ്റെ അകത്തുനിന്ന് കുറേ ഗൈഡ്സ് എന്നെ വിളിച്ചിട്ട് പറയും, സാറേ ഇവിടെ ഒരു പൂച്ച ഇരിപ്പുണ്ട്, വന്ന് നോക്കാൻ പറഞ്ഞു. ബോട്ടിനകത്ത് ഇരിപ്പുണ്ട്. ഞാനോർത്ത് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ 2 മിനിറ്റ് പോയില്ല. അപ്പോൾ എന്നെ പിന്നെ വിളിച്ചു, വന്ന് നോക്ക് ഒരു പൂച്ചയുണ്ട്. ഞാൻ പതിയെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഒരു റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ് ആ ബോട്ടിനകത്ത് ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ക്യാമറയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഇപ്പം നിങ്ങൾ വിക്കിമീഡിയ ഇപ്പോൾ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം വരുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്ത ആ ഫോട്ടോ ആയിരിക്കും. ഞാനത് വിക്കിമീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറേ നല്ല ഫോട്ടോസ് കിട്ടി. പിന്നെ ഞങ്ങൾ ബോട്ട് എടുത്തുകൊണ്ട് ഈ കാടിൻ്റെ അങ്ങേ കരയിലോട്ട് പോയിട്ട് ഈ പൂച്ചയെ പതിയെ നമ്മൾ വെളിയിൽ ചാടിച്ച് അത് വെള്ളത്തിലോട്ട് ചാടിയിട്ട് ഇത് നീന്തി ആ കരയിൽ ചെന്നിട്ട് പിന്നെ കാടിനകത്തോട്ട് ഓടിപ്പോകുന്ന നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ നല്ല സൈറ്റിംഗ് ആയിരുന്നു റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ്. അല്ലാതെ കുറേ പ്രാവശ്യം ഇങ്ങനെ ഒരു മരത്തിനടിയിൽ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നതും ചെറിയ ചെറിയ ജീവികളൊക്കെ പിടിച്ച് തിന്നുന്നതൊക്കെ കുറേ പ്രാവശ്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൂച്ച വളരെ ചെറിയ പൂച്ചയായതുകൊണ്ട് ഇത് സാധാരണ പിടിക്കുന്ന പറഞ്ഞാൽ ചെറിയ റോഡൻസിനെയോ ചെറിയ എലികളെയോ ഷ്രൂവിനെയോ അല്ലെങ്കിൽ ലിസേർഡ്സ്, ഒരു പല്ലി, 2-3 ഗ്രാസ് ഹോപ്പർ, ചെറിയ ബീറ്റിൽസ്, ഇതിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ വയറ് നിറഞ്ഞു. വേറെ പ്രത്യേകത, ഈ പൂച്ച ഒരു ആർബോറിയലാണ്. കൂടുതലായിട്ട് സമയം ഈ മരത്തേലും മരത്തിൻ്റെ പൊത്തിലൊക്കെ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പൂച്ചയാണ് ഈ റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ്. ഇത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ എൻഡമിക്കാണ്. ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൽ എൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം കാണുന്ന ജീവികളെയാണ് നമ്മൾ എൻഡമിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഇന്ത്യയിൽ കാണുന്നുണ്ട്, ശ്രീലങ്കയിൽ കാണുന്നുണ്ട്, പിന്നെ നേപ്പാളിൻ്റെ ബോർഡറോട് ചേർന്ന് കിടക്കുന്ന കുറേ പ്രദേശത്തും ഈ റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റിനെ കാണുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ ശ്രീലങ്കയിലും നേപ്പാളിലും ഒക്കെ മാത്രം കാണുന്ന ഒരേ ഒരു പൂച്ചയാണ് ഈ റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ്. ഈ റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റിനെ കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട്, ഏതായിരിക്കും ഒരു പക്ഷേ ഏറ്റവും ബെസ്റ്റ് സ്ഥലം കാണാനായിട്ട്. അപ്പോൾ ഇന്ത്യയിൽ സത്പുര നാഷണൽ പാർക്ക് നല്ലൊരു സ്ഥലമാണ്. കാരണം അവിടെ നൈറ്റ് സഫാരിക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ജവായ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ജവായിൽ കുറേയേറെ പാറക്കൂട്ടങ്ങളൊക്കെ നിൽക്കുന്ന കുറേയേറെ പുലികളെ കാണാൻ വന്നത് ബെസ്റ്റ് സ്ഥലമാണ്. അപ്പോൾ അവിടെയും കുറേയേറെ റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റിന് നല്ല പോപ്പുലേഷൻ ഉണ്ട്. ഒരു പക്ഷേ അതായിരിക്കും ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്ഥലം റസ്റ്റി സ്പോട്ടഡിനെ കാണാനായിട്ട്. അടുത്ത പൂച്ച ലെപ്പേർഡ് ക്യാറ്റ്. മലയാളത്തിൽ അതിനെ പുലിപ്പൂച്ചയെന്നും പുള്ളിപ്പൂച്ച എന്നൊക്കെ പറയാറുണ്ട്. കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ കാടുകളിലും കാണാൻ പറ്റുന്ന ഒരു പൂച്ചയാണ് ഈ ലെപ്പേർഡ് ക്യാറ്റ്. കാട്ടുപൂച്ച അഥവാ ജംഗിൾ ക്യാറ്റിനേക്കാളും ഇച്ചിരി വലിപ്പക്കുറവാണ്. പക്ഷേ നല്ല നീളമുള്ള കാലുകളും അതിൻ്റെ ദേഹത്തൊക്കെ പുലിയുടെ പോലത്തുള്ള സ്പോട്ടുകളുണ്ട് ദേഹം മുഴുവൻ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതിന്, അതിൻ്റെ കണ്ണിൻ്റെ അവിടെ നിന്ന് ചെവിയുടെ അങ്ങോട്ട് 2 ബ്ലാക്ക് ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഈ ലെപ്പേർഡ് ക്യാറ്റിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ കാടുകളിൽ സാധാരണയാണ്. ഇത് പ്രത്യേകിച്ച് മരം കയറാനായിട്ട് വളരെ മിടുക്കുള്ളൊരു ക്യാറ്റാണ്. കുറേ പ്രാവശ്യം മരത്തിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നതും, ഒരു ദിവസം ഞാനിവിടെ നടക്കാൻ പോയപ്പോഴത്തേക്കിന് ഒരു മരത്തിൻ്റെ ഒരു ഹോളോയ്ക്കകത്തുനിന്ന് ഒരു അമ്മ പൂച്ചയും 2 കുഞ്ഞുങ്ങളും ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുന്നത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലെപ്പേർഡ് ക്യാറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൈറ്റിങ്ങുകളിലൊന്നായിരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ അടുത്തൊരു ടവർ ഉണ്ട്. നമ്മുടെ ആ ടവർ നോക്കി നടന്ന ചന്ദ്രചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഞാനൊരു പുലി കുഞ്ഞിനെ കണ്ടു ഞാൻ താമസിക്കുന്ന തൊട്ടടുത്ത്. അത് എന്ത് ചെയ്തിട്ട് അത് പോകുന്നില്ല. ഞാൻ പിന്നെ കല്ല് വെച്ചെറിഞ്ഞിട്ട് അതിനെ ഓടിക്കാനൊക്കെ നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലെപ്പേർഡ് ക്യാറ്റിൻ്റെ ഫോട്ടോ ഇങ്ങനെ ഗൂഗിൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇതായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് പറഞ്ഞു ഇത് തന്നെയായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഒരുപക്ഷെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളൊരു പൂച്ചയാണ് ഈ ലെപ്പേർഡ് ക്യാറ്റ്. ലെപ്പേർഡ് ക്യാറ്റ് കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ കാടുകളിലും കാണാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം വയനാട്ടിലുണ്ട് ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലത്തും. ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ അതിന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. സൈലന്റ് വാലിയിലുണ്ട്, നെല്ലിയാമ്പതിയിലുണ്ട്, പെരിയാർ ടൈഗർ റിസർവ്, ഇങ്ങനെ കുറേയേറെ സ്ഥലങ്ങളിൽ നമുക്ക് ലെപ്പേർഡ് ക്യാറ്റിനെ കാണാൻ പറ്റും. ഇന്ത്യയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഹിമാലയൻ ഫുട് ഹിൽസിൽ, പ്രത്യേകിച്ച് കോർബറ്റ് നാഷണൽ പാർക്കിലൊക്കെ കുറേ നല്ല സൈറ്റിങ്സ് ഉണ്ട്. നോർത്ത് ഈസ്റ്റിലുണ്ട്, ഇത് ഈസ്റ്റേൺ ഗാർഡ്സിലുണ്ട്. പിന്നെ സെൻട്രൽ ഇന്ത്യയിൽ അടുത്തിടയ്ക്ക് ഇതിനെ കാണാൻ പറ്റി. പെഞ്ച് ടൈഗർ റിസർവിലും സത്പുരയിലും ഇതിന് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിനെ പഠിച്ചു വരുമ്പോഴത്തേക്കിന് ഇതിനെക്കുറിച്ച് പഠിച്ച ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞത് ഒരു 35 മുതൽ 38 ഡിഗ്രി വരെ ചൂട് ഇതിന് സഹിക്കാൻ പറ്റും. 40 ഡിഗ്രിക്ക് മേളിലോട്ടുള്ള ചൂടുള്ള കാടുകളിലൊന്നും ഈ ലെപ്പേർഡ് ക്യാറ്റിനെ കാണാൻ സാധ്യതയില്ലെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കാരണം സെൻട്രൽ ഇന്ത്യയിൽ കുറേയേറെ നല്ല ചൂടുള്ള കാടുകളുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഈ ലെപ്പേർഡ് ക്യാറ്റിനെ കാണാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ നോക്കുന്ന സമയത്ത് ലെപ്പേർഡ് ക്യാറ്റ് പോലെ ഒരു പൂച്ചയെ നമ്മൾ കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ വളർത്തുന്നുണ്ടായിരിക്കും. അതിന് ബംഗാൾ ക്യാറ്റ് എന്നാണ് പറയുന്നത്. അപ്പം അതിന് നമ്മുടെ ലെപ്പേർഡ് ക്യാറ്റിൻ്റെയും ഡൊമസ്റ്റിക് ക്യാറ്റിൻ്റെയും കൂടെ ഇൻബ്രീഡ് ചെയ്തിട്ടുള്ള ഒരു ഹൈബ്രിഡാണ് ഈ ബംഗാൾ ക്യാറ്റ് എന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഒറ്റ നോട്ടം ചില സമയത്തൊക്കെ എനിക്കും കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്, അതൊരു ലെപ്പേർഡ് ക്യാറ്റ് ആണോ എന്ന് എനിക്ക് സംശയമൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിന് ബംഗാൾ ക്യാറ്റ് എന്നാണ് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ 3 പൂച്ചകൾ, ലെപ്പേർഡ് ക്യാറ്റ്, റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ്, ജംഗിൾ ക്യാറ്റ്. ഇതിനകത്ത് ജംഗിൾ ക്യാറ്റും ലെപ്പേർഡ് ക്യാറ്റും കേരളത്തിൽ എന്തായാലും
കണ്ടെത്തിയിട്ടുണ്ട്. റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ് കേരളത്തിൽ കാണാൻ സാധ്യതയുള്ള ഒരു പൂച്ചവർഗ്ഗമാണ്. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന പൂച്ചകളൊന്നും കേരളത്തിൽ ഇല്ലാത്തവയാണ്. ഇനിയും പറയാൻ പോകുന്ന ഫിഷിംഗ് ക്യാറ്റിനെ കുറിച്ചാണ്. അത് കേരളത്തിൽ പണ്ട് കാലത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും പശ്ചിമഘട്ടത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് റെക്കോർഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നേ വരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പോലും കേരളത്തിൽ നിന്നോ പശ്ചിമഘട്ടത്തിൽ നിന്നോ ഇല്ല. ഫിഷിംഗ് ക്യാറ്റിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കറിയാലോ മറ്റുള്ള ചെറിയ ക്യാറ്റുകളുണ്ട്. ഇപ്പം റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ് ഏകദേശം 1.5 കിലോ വലിപ്പം വെക്കും. ജംഗിൾ ക്യാറ്റ് ആണെങ്കിൽ ഒരു പക്ഷേ 6-7 കിലോ ഒക്കെ വലിപ്പം വെക്കും. പക്ഷേ സ്മോൾ ക്യാറ്റുകളുടെ ഇടയ്ക്ക് ഒരു ബിഗ് ക്യാറ്റ് ഉണ്ടെങ്കിൽ അത് ഫിഷിംഗ് ക്യാറ്റ് ആയിരിക്കും. കാരണം നല്ല ബൾക്കിയാണ് സൈസ്. ഒരു 10 മുതൽ 15 കിലോ വരെ വലിപ്പം വെക്കും. എനിക്ക് തോന്നുന്നൊരു 20 കിലോ വലിപ്പം വെച്ചിട്ടുള്ള ഫിഷിംഗ് ക്യാറ്റിനെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പണ്ടോ. ഫിഷിംഗ് ക്യാറ്റിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞാൽ ഇതൊരു ബൾക്കി ക്യാറ്റാണ്. അതിന് റൗണ്ടായിട്ടുള്ള ചെറിയ ഇയേഴ്സ് ആണുള്ളത്. അതുപോലെ തന്നെ വൈറ്റ് ആയിട്ടുള്ള ഫോർഹെഡ് ഉണ്ട്. അവിടെ നിന്നൊരു 4 ബ്ലാക്ക് ലൈന് താഴോട്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ദേഹത്ത് ഡാർക്ക് സ്പോട്ടുകളുണ്ട്. ഡാർക്ക് സ്പോട്ട് അപ്പോൾ സാധാരണ ഒരു ഒലീവോ ഒരു ഗ്രേയിഷോ ആയിട്ടുള്ളൊരു കോട്ടായിരിക്കും ഉള്ള ദേഹത്ത്. അതിൻ്റെ ദേഹത്ത് ഡാർക്ക് സ്പോട്ടുകളും ചിലപ്പോൾ ഡാർക്കായിട്ടുള്ള സ്ട്രീക്കുകൾ പോലെ നമുക്കിതിനെ കാണാൻ പറ്റും. പിന്നെ വാല് ചെറിയ ഷോർട്ടായിട്ടുള്ള വാലായിരിക്കും. പിന്നെ ഇതിൻ്റെ കാലുകളുടെ പ്രത്യേകത, ഇത് പാർഷ്യലി വെബ്ഡ് ഫീറ്റാണ്. അപ്പം ഇതിന് വെള്ളത്തിലിറങ്ങിയിട്ട് മീനെ പിടിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതയുള്ള ഫീറ്റാണ് ഇതിനുള്ളത്. അതാണ് ഈ ഫിഷിംഗ് ക്യാറ്റിന് ഏറ്റവും ഒരു യുണീക്കായിട്ടുള്ള പ്രത്യേകത. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിലോട്ട് ചിലപ്പം ചാടിയിട്ടൊക്കെ വെള്ളത്തിൽ ചാടിയിട്ടാണ് മീനെ പിടിക്കുന്നത്. വെള്ളത്തിൽ ചാടുന്ന സമയത്ത് ഇയറിനകത്ത് ചെറിയൊരു ഫ്ലാപ്പ് പോലുണ്ട്. അതതിന് മൂടി വെക്കാൻ പറ്റും. അപ്പം വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്തൊന്നും ചെവിക്കകത്തോടൊന്നും വെള്ളം കയറത്തില്ല. അത് ഫിഷിംഗ് ക്യാറ്റിന് മാത്രമായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. ലോകത്ത് 41 പൂച്ചവർഗ്ഗങ്ങളിലുള്ളതിൽ 2 പൂച്ചവർഗ്ഗങ്ങളാണ് അക്വാട്ടിക് ക്യാറ്റായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ വെള്ളവുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ളത്. കാരണം വെള്ളത്തിൽ ഇറങ്ങുന്ന മീനിനെയും ബാക്കി ക്രാബ്സിനെയൊക്കെ പിടിച്ച് തിന്നാനായിട്ട് കഴിവുള്ള പൂച്ചകൾ. അതിലൊന്ന് ഈ ഫിഷിംഗ് ക്യാറ്റാണ്. പിന്നെ രണ്ടാമത്തേത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ബോർണിയോയിലൊക്കെ കാണുന്ന ഫ്ലാറ്റ് ഹെഡഡ് ക്യാറ്റാണ് രണ്ടാമത്തെ ക്യാറ്റ്. ഇതിനെ കാണാനായിട്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും സാധിക്കും. കൽക്കട്ടയുടെ അടുത്തുള്ള ഹൗറയിൽ നല്ലൊരു സ്ഥലമാണ്. സുന്ദർബൻസിൽ ഇടയ്ക്കിടയ്ക്ക് സൈറ്റിങ് കാണാറുണ്ട്. ഒറീസയിലെ ഭിത്തർകനിക എന്ന് പറയുന്ന സ്ഥലം വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആന്ധ്രയിലെ കൊറിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ കാണാൻ പറ്റും. ദുധ്വ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലുണ്ട്. ഗംഗയുടെയും ബ്രഹ്മപുത്ര നദികളുടെയൊക്കെ ഫ്ലഡ് പ്ലെയിൻസ് ഇതിനെ നല്ലതായിട്ട് കാണാൻ പറ്റും. പിന്നെ രാജസ്ഥാനിലെ ഭരത്പൂരിലൊക്കെ ഇതിനെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ കാണുന്നത് ശ്രീലങ്കയിലാണ് ഈ ഫിഷിംഗ് ക്യാറ്റിനെ കാണുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഹാബിറ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിപ്പമുള്ള ലേക്കുകളോ സ്വാമ്പി ആയിട്ടുള്ള ലാൻഡുകളോ നല്ല പൊക്കമുള്ള പുല്ലുകൾ വളർന്നു നിൽക്കുന്ന സ്വാമ്പി ലേക്കുകളിലും ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും ഡെൽറ്റയുടെ ഒക്കെ പ്രദേശത്താണ് കൂടുതലായിട്ട് ഈ ക്യാറ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയും പറയാൻ വരുന്ന 2 പൂച്ചകൾ മരുഭൂമിയോ വളരെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പൂച്ചകളാണ്. ഒരെണ്ണം ഏഷ്യാറ്റിക് വൈൽഡ് ക്യാറ്റ് എന്ന് പറയും. അടുത്തതിൻ്റെ പേര് കാരക്കൽ എന്ന് പറയും. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഏഷ്യാറ്റിക് വൈൽഡ് ക്യാറ്റാണ്. ഏഷ്യാറ്റിക് വൈൽഡ് ക്യാറ്റിനെ സാധാരണയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്ന് പറയുന്ന ഈ 3 സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് രാജസ്ഥാനിലെ ഡെസേർട്ട് നാഷണൽ പാർക്കിലാണ്. എനിക്ക് 3-4 എണ്ണത്തിനെ അവിടെ കാണാൻ പറ്റി ഒരു പ്രാവശ്യം അവിടെ പോയപ്പോഴത്തേക്കിനും. അപ്പോൾ ഇതിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മുടെ നാട്ടിലുള്ള വീട്ടിൽ വളർത്തുന്ന പൂച്ച പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇതിന് നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ഇയേഴ്സ് ഉണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, ഒരു ആഷിയോ ബ്രൗണോ ഉള്ള കളറിലുള്ള കോട്ടാണ്. ടെയിൽ നല്ല റിംഗ് ഉണ്ട്. അതിൻ്റെ ടെയിലിൻ്റെ അറ്റത്ത് ബ്ലാക്ക് ടിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. പക്ഷേ ഇത് നാട്ടിൻപുറത്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഡെസേർട്ട് കാറ്റാണെന്ന് വിചാരിക്കരുത്. ഏതെങ്കിലും പ്രോപ്പറായിട്ടുള്ള വൈൽഡ് ഏരിയയിൽ ചെന്നിട്ട്, ഇപ്പോൾ രാജസ്ഥാനിലോ ഗുജറാത്തിലൊക്കെ വൈൽഡായിട്ടുള്ള പ്രദേശത്ത് മാത്രമാണ് കൃത്യമായിട്ടുള്ള വൈൽഡ് പോപ്പുലേഷൻ ഉള്ളത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഡൊമസ്റ്റിക് ക്യാറ്റുമായിട്ട് ഇൻബ്രീഡ് ചെയ്യാറുണ്ട്. അപ്പം ചില സമയത്തൊന്നും കണ്ടാൽ തിരിച്ചറിയാനായിട്ട് വളരെ പാടായിരിക്കും ഈ ഏഷ്യാറ്റിക് വൈൽഡ് ക്യാറ്റിനെ. ഈ ഏഷ്യാറ്റിക് വൈൽഡ് ക്യാറ്റിന് ഡെസേർട്ട് ക്യാറ്റ് എന്നും പേര് വിളിക്കാറുണ്ട്. കാരണം ഇതൊരു ഡെസേർട്ട് എക്സ്പെർട്സാണ് പറയുന്നത്. കാരണം നല്ല ഡ്രൈ ആയിട്ടുള്ള ഹീറ്റ്, എത്ര 48-50 ഡിഗ്രിയുള്ള ചൂടൊക്കെ ഉണ്ട്. ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. ഈ ഡെസേർട്ട് ക്യാറ്റ് മെയിനായിട്ട് കഴിക്കുന്നത് പലതരത്തിലുള്ള എലിവർഗ്ഗങ്ങളാണ്. പ്രത്യേകിച്ച് ഡെസേർട്ടിലൊക്കെ കാണുന്ന ജെർബിൽ എന്ന് പറഞ്ഞൊരു എലിവർഗ്ഗമുണ്ട്. വാലിന് വളരെ നീളമുള്ള ഒരു ജെർബിൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെയൊക്കെ ഒത്തിരി ഇതിനെ പിടിച്ച് തിന്നാറുണ്ട്. അപ്പം മെയിനായിട്ടുള്ള ഫുഡ് ആ ഡെസേർട്ടിലുള്ള പലതരത്തിലുള്ള എലിവർഗ്ഗങ്ങളാണ്. കൂടാതെ ചെറിയ പാമ്പുകളെയും മറ്റ് പക്ഷികളെയൊക്കെ ഇവർ പിടിച്ച് തിന്നാറുണ്ട്. ഏഷ്യാറ്റിക് വൈൽഡ് ക്യാറ്റ് നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് ഇവർ ഇൻബ്രീഡ് ചെയ്യാറുണ്ട് ഡൊമസ്റ്റിക് ക്യാറ്റുമായിട്ട്, നാട്ടുപുറത്തുള്ള പൂച്ചകളുമായിട്ട് ഇണ ചേർന്നിട്ട് ഇവരുടെ വൈൽഡിലുള്ള ജീൻ പോപ്പുലേഷൻ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവർ നേരിടുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഇംഗ്ലീഷ് പേരുകൾ മാത്രമാണ് ഈ പൂച്ചകളുടെ ഉപയോഗിക്കുന്നത്. കാരണം മലയാളത്തിൽ ഈ പൂച്ചകൾക്കൊന്നും പേരുകളില്ല. ഇത് കേരളത്തിൽ കാണുന്ന പൂച്ചകളൊന്നും അല്ല ഇത്. അടുത്ത പൂച്ച കാരക്കലാണ്. കാരക്കലിനെ സാധാരണ കാണാൻ പറ്റുന്നത് നല്ല മരുഭൂമിയോ അല്ലെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്താണ് ഇതിനെ കാണാൻ പറ്റുന്നത്. ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ള ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്ന 3 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇതുവരെ കാരക്കലിനെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പം കാരക്കലിൻ്റെ വേറെ പ്രത്യേകത, മറ്റു പൂച്ചകളെ അപേക്ഷിച്ചിട്ട് നല്ല സൈസ് ഉണ്ട് ഇതിന്. ഒരു 8 മുതൽ 20 കിലോ വരെ വലിപ്പം വെക്കും. നമ്മുടെ ഒരു നാട്ടിലുള്ള പട്ടിയുടെ വലിപ്പം അല്ലെ പട്ടിയേക്കാൾ ഇച്ചിരി വലിപ്പം വെക്കുന്നൊരു പൂച്ചയാണ്. ഇത് കാരക്കൽ എന്നുള്ള വാക്ക് വന്നിരിക്കുന്ന ഒരു ടർക്കിഷ് വാക്കിൽ നിന്നാണ്. കരക്കുലുക്ക് എന്ന് പറഞ്ഞൊരു വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഇയേഴ്സ്, കറുത്ത ചെവി എന്നാണ്. അപ്പം കറുത്ത ചെവിയാണ് ഇതിൻ്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ ചെവിയുടെ മേളിലായിട്ട് നല്ല
ഇയർ ടഫ്റ്റ് പോലെ ഉണ്ട്, ഇങ്ങനെ കുറേ രോമങ്ങൾ മേളിലോട്ട് വളർന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് സാധാരണ ഒരു ചുവപ്പ് കളറുന്ന റസ്റ്റി ബ്രൗൺ കളറിലാണ്, ഇത് ടോണി കളറിലാണ് ഇതിൻ്റെ ശരീരം. ഇതിൻ്റെ വാലിന് വളരെ വലിപ്പക്കുറവാണ്, നല്ല നീളമുള്ള കാലുകളുണ്ട്, വാലിന് നീളക്കുറവാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് കാരക്കലിനെ തിരിച്ചറിയാൻ പറ്റും. ഈ പൂച്ചയുടെ വേറൊരു പ്രത്യേകതയുണ്ട്. മറ്റു പൂച്ചകൾ ചിലപ്പോൾ ഒരു പക്ഷിയൊക്കെ ഓടിച്ചിട്ട് ചെന്ന് പിടിക്കാൻ പറ്റും, പക്ഷേ ഈ കാരക്കൽ നന്നായിട്ട് ജമ്പ് ചെയ്യാൻ പറ്റും. ഒറ്റ ചാട്ടത്തിന് 3-4 മീറ്റർ ഹൈറ്റിൽ ചെല്ലാൻ പറ്റും. അപ്പം പക്ഷികളൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ക്യാറ്റ് അപ്രോച്ച് ചെയ്തിട്ട് ഡെസേർട്ടഡ് റീജിയണിൽ, മരുഭൂമിയിലൊക്കെ ഒറ്റ ചാട്ടത്തിന് പക്ഷികൾ പറന്നു പോകുന്ന സമയത്ത് 3-4 പക്ഷികളൊക്കെ ഒറ്റ സമയത്ത് ഇതിന് പിടിക്കാൻ പറ്റും. അപ്പം കാരക്കലിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഒരുപക്ഷെ പൂച്ചവർഗ്ഗങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് ഹണ്ടേഴ്സ് ഈ കാരക്കലാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാരക്കൽ ഇങ്ങനെ ചാടിയിട്ട് പക്ഷികളെ പിടിക്കുന്നതും ബാക്കി ഹണ്ട് ചെയ്യുന്ന കുറേയേറെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അത് മറ്റുള്ളവർ എടുത്ത വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ആ വീഡിയോയുടെ കാണിക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാത്തത്. പക്ഷേ നിങ്ങൾ പോയിട്ട് ഇതൊന്ന് വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് രസകരമായിട്ടുള്ള കുറേയേറെ ഹണ്ടിങ് നിങ്ങൾക്ക് കാരക്കലിനെ കാണാൻ പറ്റും. കാരക്കലിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഇന്ത്യയിൽ രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശിലാണ് കാണുന്നത്. പക്ഷേ ഈ ക്യാറ്റ് മിഡിൽ ഈസ്റ്റിൽ കുറേയേറെ രാജ്യങ്ങൾ കാണാറുണ്ട്. പിന്നെ ഏറ്റവും ബെസ്റ്റ് കാണാനായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. കുറേയേറെ രാജ്യങ്ങളിൽ ഈ കാരക്കലിനെ കാണാൻ പറ്റും. അപ്പം എൻ്റെ കുറേ സുഹൃത്തുക്കൾ നല്ല പടങ്ങൾ എടുത്തിട്ടുള്ളതൊക്കെ ആഫ്രിക്കയിൽ നിന്നാണ് എൻ്റെ പടങ്ങൾ എടുത്തിട്ടുള്ളത്. അടുത്ത 2 പൂച്ചവർഗ്ഗങ്ങൾ ഹിമാലയത്തിൽ കാണുന്നതാണ്. എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഇതിന് സാധാരണ കാണപ്പെടുന്നത്. ഒരെണ്ണം പലാസസ് ക്യാറ്റും രണ്ടാമത്തത് യൂറേഷ്യൻ ലിങ്ക്സും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പലാസസ് ക്യാറ്റിനെ ഒന്ന് പരിചയപ്പെടാം. പലാസസ് ക്യാറ്റ് ഒരു വളരെ ചെറിയൊരു ക്യാറ്റാണ്. അതിന് ലഡാക്കിലൊക്കെ മന്യൂൾ എന്നാണ് ലോക്കൽ ലാംഗ്വേജ് വിളിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളായിട്ട് ഫേമസ് ആയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ. ഗ്രംബി ക്യാറ്റ് എന്നാണ് ഫോട്ടോ ഇട്ടിട്ട് ആൾക്കാർ എന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം നല്ല വൈഡായിട്ടുള്ള ഫേസാണ്. കോട്ടയം ഭാഷയ്ക്കെന്ന് പറഞ്ഞാൽ മൂശാട്ട പിടിച്ചിരിക്കുന്ന ഒരാളുടെ ഫേസ് എങ്ങനെ കാണുമോ അങ്ങനെ ഇരിക്കും ഈ ഇതിൻ്റെ മുഖം കണ്ടാൽ. ഇത് സാധാരണ ഒരു ഗ്രേ കളറിലോ അല്ലെങ്കിൽ നല്ല സമ്മർ ടൈമിൽ ചെറിയൊരു ബ്രൗണിഷ് കളറിലാണ് ഇതിനെ കാണുന്നത്. ഇതിന് നല്ല ലോങ് ആയിട്ടുള്ള മീശകളുണ്ട്. താടി രോമങ്ങളിങ്ങനെ വളർന്നു നിൽക്കും. ഇപ്പോൾ കണ്ണിന് മേളിൽ നിന്നൊക്കെ ഇങ്ങനെ നല്ല രോമങ്ങളിങ്ങനെ നീളത്തിൽ വളർന്നു നിൽക്കും, വിസ്കേഴ്സ്. അതിന് കാണാൻ ഭയങ്കര ഭംഗിയാണ്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള പൂച്ചവർഗ്ഗങ്ങളിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാറ്റുകളിലൊന്നാണ്. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അതിനെ ഒരു ഗ്രംബി ക്യാറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു മെയിനായിട്ട് കഴിക്കുന്ന ഭക്ഷണം പൈക്കാസ് എന്ന് പറഞ്ഞൊരു ജീവിയാണ്. നമ്മുടെ നാട്ടിലുള്ള മുയലിനോടൊക്കെ വളരെ സാദൃശ്യമുള്ളൊരു ജീവിയാണ് പൈക്കാസ്. അപ്പോൾ അതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഭക്ഷണം. അതുപോലെ തന്നെ അവിടെയുള്ള ചെറിയ എലിവർഗ്ഗങ്ങളെയും പക്ഷികളെയൊക്കെ ഇവർ പിടിച്ച് തിന്നാറുണ്ട്. ഇതിൻ്റെ മീശയ്ക്ക് അതിൻ്റെ തലേക്കാളും ചില സമയത്ത് നല്ല വലിപ്പം വെക്കാറുണ്ട്. ലഡാക്കിലുള്ള ഹാൻലെ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. അപ്പം അവിടെ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഒരു ഫാമിലി ഓഫ് പലാസസ് ക്യാറ്റിനെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് പോയി പടം എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുറേ പടങ്ങളൊക്കെ ആൾക്കാർ എടുക്കുന്നുണ്ട് ഈ ഹാൻലയിൽ നിന്ന്. അതുപോലെ തന്നെ ഇതൊരു കോൾഡ് ഡെസേർട്ടിൽ ജീവിക്കുന്ന ഒരു ക്യാറ്റാണ്. ഇന്ത്യയിൽ 2 തരം മരുഭൂമികളുണ്ട്. ഒന്ന് കോൾഡ് ഡെസേർട്ട്, നല്ല തണുത്ത മരുഭൂമി, അത് ലഡാക്കിലെ സ്ഥലത്തെയാണ് പറയുന്നത്. പിന്നെ ഒരു ഹോട്ട് ആയിട്ടുള്ള മരുഭൂമി, അത് നമ്മുടെ രാജസ്ഥാനിലെ താർ മരുഭൂമിയാണ്. അപ്പം ഈ കോൾഡ് ഡെസേർട്ടിലെ തണുത്ത മരുഭൂമിയിലെ ഒരു അംബാസിഡറായിട്ട് കരുതുന്ന ഒരു പൂച്ചവർഗ്ഗമാണ് ഈ പലാസസ് ക്യാറ്റ്. പലാസസ് ക്യാറ്റ് സാധാരണ ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഒരു 3000 മീറ്റർ മുതൽ 5000 മീറ്റർ ഉയരമുള്ള മലനിരകളിലാണ് ഇതിനെ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അടുത്ത പൂച്ചവർഗ്ഗം എന്ന് പറഞ്ഞാൽ യൂറേഷ്യൻ ലിങ്ക്സ് ആണ്. ഇത് തണുത്ത പ്രദേശമായ ഹിമാലയത്തിലാണ് സാധാരണ കാണപ്പെടുന്നത്. ഇതിനോട് വളരെ സാമ്യം തോന്നുന്ന ഒരു പൂച്ചയാണ് ഞാൻ മുമ്പേ പറഞ്ഞ കാരക്കൽ നല്ല ചൂടുള്ള മരുഭൂമിയിൽ കാണുമ്പോഴത്തേക്കിന് ഈ യൂറേഷ്യൻ ലിങ്ക്സ് നല്ല തണുപ്പുള്ള സ്ഥലത്താണ് കാണപ്പെടുന്നത്. അതിൻ്റെ ദേഹത്ത് നല്ല ഗ്രേയിഷ് കളറാണ് ഉള്ളത്. ആ ദേഹത്ത് നല്ല കറുത്ത നിറത്തിലുള്ള സ്പോട്ടുകൾ കാണാൻ പറ്റും. ഇതിന് കാലിന് നല്ല നീളമുണ്ട്, അതുപോലെ തന്നെ വാലിന് നീളക്കുറവാണ്. ആ വാലിൻ്റെ അറ്റത്ത് കറുത്ത നിറമുണ്ട്, കറുത്തൊരു സ്പോട്ടുണ്ട്. അതുപോലെ നല്ല നീളമുള്ള ചെവിയും, ചെവിയുടെ അറ്റത്ത് നല്ല കറുത്ത ടഫ്റ്റുകളുണ്ട്, ഇയർ ടഫ്റ്റ് പോലെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഈ ടഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രോമം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനിയുള്ള 2 പൂച്ചകൾ നോർത്ത് ഈസ്റ്റിലെ കാടുകളിൽ കാണപ്പെടുന്നതാണ്. ഒന്ന് മാർബിൾ ക്യാറ്റും വേറൊന്ന് ഏഷ്യൻ ഗോൾഡൻ ക്യാറ്റും എന്ന് പറയുന്ന പൂച്ചകളാണ്. ആദ്യത്തേത് മാർബിൾ ക്യാറ്റ്. ഈ മാർബിൾ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാറ്റാണ്. എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർ ഇതിനെ കണ്ടിട്ട് പോലുമില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത് 2 വർഷം ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് പോയിട്ട് ആകെ 5 പ്രാവശ്യമാണ് ക്യാമറ ട്രാപ്പ് ചെയ്ത് ഇതിനെ കിട്ടിയത്. 2 വർഷം ആ കാട്ടിൽ കൂടെ എല്ലാം നടന്നു നോക്കിയിട്ട് പോലും ഇതിന് ഒരു പ്രാവശ്യം പോലും കാണാൻ പറ്റില്ല. അപ്പോൾ അത്ര റെയറാണ് ഈ മാർബിൾ ക്യാറ്റ്. ചെറിയൊരു ക്യാറ്റാണ്, 2 മുതൽ 5 കിലോ വരെ വലിപ്പം വെക്കും. ചെറിയൊരു മാർബിൾ പാച്ചൊക്കെ ഉണ്ട് ഇതിൻ്റെ ദേഹത്ത്. അപ്പം അതൊരു വളരെ യുണീക്കായിട്ടുള്ള മാർക്കിംഗ് ആണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള വേറൊരു പൂച്ചയുണ്ട്, ക്ലൗഡഡ് ലെപ്പേർഡ്. അപ്പോൾ ചില സമയത്തൊക്കെ ക്ലൗഡഡ് ലെപ്പേർഡിൻ്റെ കുഞ്ഞാന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളൊരു പൂച്ചയാണ് ഈ മാർബിൾ ക്യാറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെയിൽ നല്ല ലോങ് ആണ്, നല്ല തിക്കായിട്ടുള്ള ടെയിലാണ്, ലോങ് ആയിട്ടുള്ള ടെയിലാണ്. ഒരുപക്ഷെ ഇത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന മരത്തിൻ്റെ മണ്ടയ്ക്കൊക്കെയാണ്. അപ്പോൾ മരത്തിൻ്റെ മണ്ടയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്ര ലോങ്ങും തിക്കായിട്ടുള്ള ടെയിൽ ഈ മാർബിൾ ക്യാറ്റിനുള്ളത്.
നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ വളരെ നിബിഡമായ വനങ്ങളിലാണ് സാധാരണ ഇതിനെ കാണപ്പെടുന്നത്. അധികം ആൾക്കാരൊന്നും ഇതിനെ കാണാത്തത്, ഇതിൻ്റെ ഫോട്ടോ എടുക്കാനൊന്നും ആൾക്കാർക്ക് കിട്ടാത്തത് അതുകൊണ്ടായിരിക്കാം. അടുത്തത് ഏഷ്യൻ ഗോൾഡൻ ക്യാറ്റാണ്. അത്യാവശ്യം സൈസുള്ള 8 മുതൽ ഒരു 16 കിലോ വരെ സൈസ് വെക്കുന്ന അത്യാവശ്യം വലുപ്പമുള്ളൊരു പൂച്ചവർഗ്ഗമാണ്. ഇതിന് ഏഷ്യൻ ഗോൾഡൻ ക്യാറ്റ് എന്ന് പേര് വരുന്ന സമയത്ത് തന്നെ ഗോൾഡൻ കളറിൽ കാണാൻ പറ്റും, ബ്രൗൺ കളറിൽ, ഗ്രേ കളറിൽ, നല്ല സ്ട്രൈപ്പി പാറ്റേൺ, നല്ല ബ്ലാക്ക് കളറിൽ കാണാൻ പറ്റും. അപ്പോൾ പല മോർഫുകളിൽ ഇതിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കറുത്ത വരകൾ, വെള്ളം കൂടിയ കറുത്ത വരകൾ മുഖത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ വെളുത്ത വരകൾ കണ്ണിന് മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്കിതിനെ തിരിച്ചറിയാൻ പറ്റും. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ 10 ചെറിയ പൂച്ചകൾ അല്ലെങ്കിൽ സ്മോൾ ക്യാറ്റ്സ്. ഞാനീ പറഞ്ഞ 10 പൂച്ചകളുടെയും സ്വഭാവ രീതിയും ഇര തേടുന്നതും അവർ പ്രജനന രീതിയും ഏകദേശം എല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്ന പൂച്ചകളുടേത് ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് ഒരു കാര്യങ്ങളും പറയാതിരുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പൂച്ചകളല്ലാതെ വേറെ കേരളത്തിന് വെളിയിൽ കാണുന്ന പല പൂച്ചകളിലും വളരെ റെയറാണ്. ചില സമയത്തൊന്നും ഫീൽഡിൽ പോലും നമുക്ക് കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലുള്ള കാടുകളിലുള്ള പൂച്ചകളൊന്നും കണ്ടു കിട്ടാൻ തന്നെ വളരെ പാടാണ്. അപ്പോൾ അത് തന്നെ ഇൻഫർമേഷൻസ് വളരെ കുറവാണ്. ഇത് എങ്ങനെ ജീവിക്കുന്നു, എത്ര കുഞ്ഞുങ്ങളുണ്ടാകുന്നു, എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇങ്ങനെ 10ലധികം ഈ കുഞ്ഞു പൂച്ചകളുണ്ട്. ആ പൂച്ചകളെയൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ്. ഇനിയും വരുന്ന സയൻറ്റിസ്റ്റുകളെ കുറേയേറെ പഠിക്കാനുണ്ട്. ക്യാമറ ട്രാപ്പൊക്കെ വെച്ചിട്ടും അല്ലാത്ത രീതിയിലും പൂച്ചകളെക്കുറിച്ച് പഠിച്ച് നമുക്ക് കുറേ ഇൻഫർമേഷൻ ഇനിയും ഭാവിയിൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഈ കാട്ടിലുള്ള പൂച്ചകളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് നമ്മുടെ നാട്ടിലുള്ള പൂച്ചകളെക്കുറിച്ച് പറയാതെ പോകുന്നത് എങ്ങനെയാണ്? നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലെല്ലാം ഇഷ്ടംപോലെ പൂച്ചകളുണ്ട്. നമ്മൾ വീട്ടിൽ പൂച്ചകളെ വളർത്താറുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല, നമ്മുടെ പൂച്ചകളുടെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് വീട്ടിൽ വളർത്തുന്ന പൂച്ചകളൊക്കെ വെളിയിൽ പോയിട്ട് പാമ്പുകളെ പിടിക്കാറുണ്ട്, തവളകളെ പിടിക്കാറുണ്ട്, പക്ഷികളെ ഇഷ്ടംപോലെ പിടിക്കാറുണ്ട്. ഇത് ആക്ച്വലി ഒരു വലിയ പ്രശ്നമാണ്. നമുക്കെല്ലാം പൂച്ചകളോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷേ പൂച്ചകളെ വളർത്തുമ്പോൾ നമ്മൾ വീടിനകത്ത് വളർത്താനായിട്ട് പരമാവധി ശ്രമിക്കുക. കാരണം പൂച്ചകൾ വെളിയിലോട്ട് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പൂച്ചകൾ എന്തായാലും വെളിയിൽ പോയിട്ട് പക്ഷികളെ പിടിക്കും. നമ്മുടെ തനതായിട്ടുള്ള കുറേയേറെ പക്ഷികളുണ്ട്, തവളകളുണ്ട്, പാമ്പുകളുണ്ട്, എല്ലാത്തരം ജീവികളെയും പൂച്ചകൾ പിടിച്ച് തിന്നും. അമേരിക്ക എന്നുള്ളൊരു സ്റ്റഡി ഇങ്ങനെയാണ് പറയുന്നത്, ഏകദേശം ഒരു വർഷം അമേരിക്കയിലെ പൂച്ചവർഗ്ഗങ്ങളെ കൊന്നൊടുക്കുന്ന 200 കോടിയിലധികം പക്ഷികളെ കൊന്നൊടുക്കാറുണ്ടെന്നൊരു പഠനം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കുക. നമ്മൾ പൂച്ചകളെ വളർത്തുന്നുണ്ടെങ്കിൽ വീടിനുള്ളിൽ വളർത്തുക. അവർക്ക് ഭക്ഷണം കൊടുത്ത് വീട്ടിനുള്ളിൽ നമുക്ക് വളർത്താൻ പറ്റും പൂച്ചകളൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഈ പൂച്ചകൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണ്. നമുക്ക് പൂച്ചകളോട് സ്നേഹമുള്ളപ്പോൾ തന്നെ പൂച്ചകളെ നമ്മൾ ബഹുമാനിക്കുന്ന സമയത്തും നമുക്ക് അതിനെ വീട്ടിൽ തന്നെ വളർത്തി ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്മോൾ ക്യാറ്റ്സിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇന്ത്യയിലുള്ള ബിഗ് ക്യാറ്റ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.